സോ ഇതാണ് ചൊമാന്നിരിക്കുന്ന സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഗാലക്സി M47. ഈ ഒരു ഫോണിനെ കുറിച്ച് പരാമർശിക്കുന്നതിന് മുമ്പ് എനിക്ക് സാംസങ്ങിനോട് ഒന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. വൈ ദിസ് കൊളാവേരി? നമ്മൾ ഈ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ ഈ റോളർ കോസ്റ്റർ ഇല്ലേ, ആദ്യം ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും, പിന്നെ ഒറ്റ താഴേക്കുള്ള ഒരു ഇറക്കമായിരിക്കും, ഒന്നുകൂടെ മുകളിലേക്ക്, പിന്നെയും താഴേക്ക്. അതായിരുന്നു ആക്ച്വലി ഈ ഒരു M47. ആദ്യം ഭയങ്കര ഹൈപ്പ്, അതായത് 24,000 റുപ്പീസിന്റെ ഓഫർ പ്രൈസിലാണ് തോന്നുന്നത് അല്ലേ. ഞാനും ആ ഓഫർ സമയത്താണ് ഈ ഒരു ഫോൺ വാങ്ങിയത് 24,000 റുപ്പീസിന്. എന്നാൽ ഈ ഒരു ഫോൺ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ സാംസങ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് കൂട്ടി 34,000 രൂപ 33,000 രൂപയാക്കി. സോ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ വീണ്ടും പ്രൈസ് കുറച്ചിരിക്കുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് 26,000 റുപ്പീസിലാണ് കിടക്കുന്നത്. ആ പ്രൈസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, പിന്നെ സാംസങ്ങിന്റെ ഒരു ബ്രാൻഡിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ സാംസങ് M47 വന്നിരിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ഉണ്ട്, സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ഉണ്ട്, 6 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഉണ്ട്, നല്ല ഫാസ്റ്റ് ആയ റാം സ്റ്റോറേജ് ഒക്കെ സാംസങ് ഇട്ട് തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു സാംസങ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ഇഷ്യൂ ഞാൻ ഈ ഫോണിൽ ഫേസ് ചെയ്തു. അത് തീർച്ചയായിട്ടും നിങ്ങളത് അറിഞ്ഞിരിക്കണം. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. എനിക്ക് ഫോണിന്റെ കളർ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ചും ഈ ഒരു റെഡ് കളർ. നല്ലൊരു ഗ്രേഡിയന്റ് ലുക്കാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. നല്ലൊരു പ്രീമിയം റെഡ് കളറാണ്. ഗ്ലാസിന്റെ ബാക്ക് ആണ്, ചുറ്റുമുള്ള ഫ്രെയിം പ്ലാസ്റ്റിക്കിന്റേതാണ്. ഒരു മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും നമ്മുടെ കയ്യിലുള്ള സ്മഡ്ജസ് ഉണ്ടല്ലോ, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അത്രയും വിസിബിൾ അല്ല. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി പ്രിറ്റി നൈസ്. ഇതിന്റെ ഒരു ബ്ലൂ കളർ വേരിയന്റ് ഉണ്ട്, അതും കാണാൻ കൊള്ളാം. എന്നാൽ സ്ലിം ലൈറ്റ് വെയിറ്റ് ഫോൺ എന്ന് പറയാൻ പറ്റൂലോ. 206 ഗ്രാമാണ് വെയിറ്റ്, 8.1 mm ആണ് തിക്നെസ്. സോ ആവറേജ് വെയിറ്റ്, ആവറേജ് തിക്നെസ് ആണ്. കാരണം ഈ ഫോണിൽ 6000 mAh ബാറ്ററി സാംസങ് ഇട്ട് തന്നിട്ടുണ്ട്. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം. സിം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ യെസ്, ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ SD കാർഡും ഫിറ്റ് ചെയ്യാം. 6.7 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ഇപ്പം ഈ പ്രൈസ് റേഞ്ചിൽ LCD ഡിസ്പ്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ സാംസങ് ഇവിടെ അവരുടെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ഇട്ട് തന്നിട്ടുണ്ട്. കളേഴ്സ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ലതാണ്. അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും അത് കാണിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വെരി നൈസ്. നല്ലൊരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് കിട്ടും. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചുറ്റുമുള്ള ബെസിൽസ്, പ്രത്യേകിച്ചും താഴെയുള്ള ചിൻ അത്യാവശ്യമുണ്ട്. സോ അത് നിങ്ങൾ എന്തായാലും സഹിക്കേണ്ടി വരും. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേക്കും ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു AMOLED ഡിസ്പ്ലേ ഉണ്ടായിട്ടും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നില്ല. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ ഗാർഡ് ഒന്നും വരുന്നില്ല. അത് നിങ്ങൾ പ്രത്യേകം വാങ്ങിച്ച് ഫിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഇപ്പം പഴയ ഫോൺസിലൊക്കെ ഇപ്പോഴും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിടപ്പുണ്ട്. ബാക്കി സ്പീക്കർ ക്വാളിറ്റി ഒക്കെ ജസ്റ്റ് ഓക്കെ, ഡീസെന്റ് ആണ്. പിന്നെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചറും ഈ ഫോണിൽ വരുന്നില്ല. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ വന്നിട്ടുണ്ടല്ലോ, അത് ഞാൻ ഇതിൽ കണ്ടു നോക്കിയിരുന്നു. ഇഷ്യൂ ഒന്നുമില്ല, ഡിസ്പ്ലേ ഈസ് നൈസ്, അവിടെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ആ ഒരു മോണോ സ്പീക്കർ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ഞാൻ മറ്റേ നമ്മുടെ TWS ഉപയോഗിച്ചിട്ടാണ് ആ സീരീസ് കണ്ടത്. പിന്നെ യെസ്, ബാറ്ററി ബാക്കപ്പ് കൊള്ളാം. അതായത് ആ 6000 mAh ഫുൾ പൊട്ടൻഷ്യൽ അറിയുന്നുണ്ട്. കാരണം അത്രയും പവർഫുൾ ചിപ്സെറ്റ് അല്ലല്ലോ വന്നിരിക്കുന്നത്. സോ ഫോണിന്റെ ബാറ്ററി അത്യാവശ്യം നിൽക്കുന്നുണ്ട്. അതായത് ഏകദേശം 8.5-9 മണിക്കൂർ വരെയുള്ള സ്ക്രീൻ ടൈം എനിക്ക് കിട്ടിയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് പ്രിറ്റി നൈസ് ആക്ച്വലി. സോ നിങ്ങൾ നോർമൽ റെഗുലർ യൂസ് ഒക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അറിയാലോ, സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് ബോക്സിൽ ചാർജർ ഒന്നും വരുന്നില്ല. 45 വാട്ടിന് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ സെപ്പറേറ്റ്ലി വാങ്ങിക്കേണ്ടി വരും. ഇനിയാണ് ഈ ഫോണിന്റെ ഒരു വലിയ ഹൈലൈറ്റ്, അതാണ് സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ്. നോർമലി ഇപ്പം വന്ന് സാംസങ് അവരുടെ മിഡ് റേഞ്ച് ബഡ്ജറ്റ് ഫോൺസിലൊക്കെ എക്സിനോസിന്റെ ചിപ്സെറ്റ് ആണ് ഇട്ട് തരുന്നത്. പക്ഷേ ഇവിടെ ഒരുപാട് നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഒരു സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വരുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 6 Gen 3 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു ഡീസെന്റ് ചിപ്സെറ്റ് എന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ പ്രിറ്റി ഡീസെന്റ് ഗുഡ് ചിപ്സെറ്റ്. ഏകദേശം 8 ലക്ഷത്തിന്റെ AnTuTu സ്കോർ ഒക്കെ തരുന്നുണ്ടായിരുന്നു. റാം സ്റ്റോറേജ് വേരിയന്റ് ഇസ് നൈസ്. LPDDR5X റാം ആൻഡ് UFS 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗെയിമിംഗ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺ അല്ല. ഓക്കെ, കാരണം 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട് BGMI. എന്നാലും അത്യാവശ്യം ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 60 FPS ആണെങ്കിലും നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് 40-45 FPS കിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയാം, മാർക്കറ്റിന്റെ അവസ്ഥ ഇതായതുകൊണ്ടാണ് ഈ ഫോൺ 25,000 അല്ലെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നത്. അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നത്തെ മാർക്കറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 15 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. സോ ആ ലെവലുള്ള അതാണ് അവസ്ഥ. സോ ആ ലെവലിലുള്ള പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഞാൻ പറഞ്ഞില്ല ഇൻട്രോയിൽ പറഞ്ഞ കാര്യം, അതായത് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പ്രശ്നം ഞാൻ ഇവിടെ ഫേസ് ചെയ്തു. അതായത് സോഫ്റ്റ്വെയറിൽ അത്യാവശ്യം ബഗ്സ് ഇല്ല, പക്ഷേ ലാഗും ജിറ്റേഴ്സ്. അറിയാലോ, നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിന്ന് ഓപ്പൺ ആവുന്നത്, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു ഫ്രെയിം ഡ്രോപ്പ് വരുന്നത്, ആ സംഭവം ഇവിടെ അത്യാവശ്യമുണ്ട്. നോർമലി സാംസങ് ഫോണിൽ ചിപ്സെറ്റ് വീക്ക് ആണെങ്കിലും റാം സ്റ്റോറേജ് കുറവാണെങ്കിലും അല്ലെങ്കിൽ എക്സിനോ ചിപ്സെറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക്
എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഫർ സമയത്ത് പെട്ടെന്ന് കൊണ്ടിറക്കാൻ വേണ്ടി സോഫ്റ്റ്വെയർ മൊത്തമായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യാതെ ഇറക്കിയ ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ തീർച്ചയായിട്ടും സാംസങ് അപ്ഡേറ്റ് അയച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം. 6 ഇയേഴ്സിന്റെ അപ്ഡേറ്റ് സാംസങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് നൈസ്. വേറൊരു ബ്രാൻഡും ഈ പ്രൈസിൽ 6 വർഷത്തെ അപ്ഡേറ്റ് തരൂല. പിന്നെ സാംസങ് ആയതുകൊണ്ട് അപ്ഡേറ്റ് കിട്ടുകയും ചെയ്യും, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് എക്സ്പീരിയൻസ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അത്രയും നല്ലതായിരുന്നില്ല സോഫ്റ്റ്വെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഉണ്ട്. ക്വിക്ക് ടോഗിൾസിന്റെ കസ്റ്റമൈസേഷൻ ആണെങ്കിലും, പാർഷ്യൽ സ്ക്രീൻ റെക്കോർഡിംഗ്, സൈലന്റ് കോൾ റെക്കോർഡിംഗ്, AI സെലക്ട്, കോൾ ട്രാൻസ്ക്രൈബ്, പ്രൈവറ്റ് ആൽബം, NFC വരെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി വാളറ്റ് ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. ബാക്കി വോയിസ് ഫോക്കസ്, വോയിസ് മെയിൽ, പിന്നെ ആനിമേഷൻസ് നല്ലതാണ്. ആനിമേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ആനിമേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കുറെ നേരം കുത്തിയിരുന്ന് ഉപയോഗിക്കുമ്പോൾ സ്റ്റട്ടേഴ്സ് വരുന്നുണ്ട് അവിടെ ഇവിടെ. എന്നാൽ ഏകദേശം ഇതേ സ്പെസിഫിക്കേഷൻ ഉള്ള ഗാലക്സി A27 വന്നല്ലോ, അതിൽ ഈ പറഞ്ഞ സ്റ്റട്ടേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ് ഹിയർ. സാംസങ് നോർമലി അപ്ഡേറ്റ്സ് അയച്ച് ഇതുപോലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്. ഇവിടെ അത് ചെയ്യണം. ബാക്കി ഇതിന്റെ കോൾ ക്വാളിറ്റി, 5G റിസപ്ഷൻ, കണക്ടിവിറ്റി, ഡൗൺലോഡ് സ്പീഡ് അതൊക്കെ ഓക്കെയാണ്. ഹാപ്റ്റിക്സ് നമ്മുടെ നോർമൽ വൈബ്രേഷൻ ഹാപ്റ്റിക്സ് ആണ് വരുന്നത്. ക്യാമറ പെർഫോമൻസ്, പ്രത്യേകിച്ച് മെയിൻ ക്യാമറ ഇസ് ഓക്കെ. അങ്ങനെ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. ആക്ച്വലി ട്രിപ്പിൾ ക്യാമറ ഉണ്ട്, 50+5+2. മാക്രോ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, അത് വെറുതെയാണ്. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഈസ് ഓക്കെ. ഡീസെന്റ് കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാർക്കറ്റിന്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ക്യാമറ ജഡ്ജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രൈസ് ഒക്കെ തോന്നിയ പോലെയൊക്കെ അങ്ങ് വരിക. ഓരോ കമ്പനി വന്നിട്ട് ഇന്ന പിടിച്ചോ, ഇന്ന പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നതുകൊണ്ട് ഒരു ജഡ്ജ്മെന്റ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഡീസെന്റ്, അത്യാവശ്യം ഡീസെന്റ് ഫോട്ടോസൊക്കെ എടുത്ത് തരുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിലുള്ള HD ഡിറക്ഷൻ ഒക്കെ ഓക്കെ, ഡീസെന്റ്, അത്രേ ഉള്ളൂ. അവിടെ ഇവിടെ ചെറുതായിട്ട് പാളി പോകുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ 5 മെഗാ പിക്സലേ ഉള്ളൂ. സോ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, വളരെ ഒരു കളേഴ്സൊക്കെ പിന്നെ ഓക്കെയാണ്. നല്ല ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡീസെന്റ് ഫോട്ടോസ്, വളരെ ഡീസെന്റ് ഫോട്ടോസ് കിട്ടും. ലൈറ്റ് ലേശം കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലൈറ്റിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണെങ്കിൽ വളരെ സോഫ്റ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. സെൽഫി ക്യാമറ ഇസ് ഓക്കെ. ഇവിടെ സ്കിൻ ടോൺ കാര്യങ്ങളൊക്കെ നൈസ് ആണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ വാം ടോൺ കയറി വരുന്നുണ്ട് ചില ഫോട്ടോസിൽ. ഒരു സജഷൻ ഞാൻ തരാം, പോർട്രേറ്റ് എടുക്കുമ്പോൾ പോർട്രേറ്റിന്റെ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതൊന്ന് കുറച്ചേക്ക്. 5 കയറി കിടക്കുകയാണ്, അതൊന്ന് കുറച്ചിട്ട് 3 ആക്കിക്കോളൂ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ കട്ടൗട്ട്, HD ഡിറക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പെർഫോമൻസിന്റെ സെഗ്മെന്റിൽ പറയുന്ന കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ഇത് ആക്ച്വലി 25,000 രൂപയുടെ ക്യാമറ പെർഫോമൻസ് അല്ല. ഓക്കെ, ഇപ്പം മാർക്കറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. 2 വർഷം മുമ്പ് ആയിരുന്നെങ്കിൽ ഇത് 15 രൂപ കിട്ടിയാൽ. സോ ആ 15 രൂപ കിട്ടുന്ന അതേ ക്യാമറ പെർഫോമൻസ് ആണ് നമുക്കിപ്പം 25 രൂപ കിട്ടുന്നത്. അത് സാംസങ്ങിന്റെ കേസിൽ മാത്രമല്ല, മറ്റെല്ലാ ബ്രാൻഡുകളുടെ കേസിലും അത് സെയിം ആണ് അവസ്ഥ. മെയിൻ ക്യാമറ വെച്ച് നമുക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ ഒക്കെ ഡീസെന്റ് ആണ്. ഭയങ്കര കുലുക്കില്ലാതെ നിങ്ങൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഷേക്ക് ഒന്നും ഉണ്ടാവില്ല. സെൽഫി ക്യാമറ 4K ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. മാക്സിമം 1080p 30 FPS ആണ്. അവിടെ അത്യാവശ്യം സ്റ്റേബിൾ വീഡിയോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ എൻ്റെ ഫൈനൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഫൈനൽ സജഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഒന്ന് അടുത്തേക്ക് പറഞ്ഞുതരാം. ഇതേ പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിന്റെ M56, ആക്ച്വലി ഇതിനേക്കാളും കുറഞ്ഞ പ്രൈസിന് കിട്ടുന്നുണ്ടായിരുന്നു ഓഫറിൽ. M56ഉം F56 കിട്ടുന്നുണ്ട്. കുറച്ച് പഴയ ഫോൺസ് ആണ്, എന്നാൽ പഴയതായതുകൊണ്ട് സാംസങ് അതിന്റെ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ, എന്തായാലും ആ പറഞ്ഞ ഫോൺസിൽ ഇത്തരത്തിലുള്ള സ്റ്റട്ടേഴ്സും ലാഗിന്റെ ഇഷ്യൂ ഇല്ലായിരുന്നു. എന്നാൽ ഉണ്ടായിരുന്നെങ്കിലും സാംസങ് അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്ഡേറ്റ്സിലൂടെ. സോ എൻ്റെ സജഷൻ ആയിരിക്കും, നിങ്ങൾക്ക് പഴയ ഫോൺസിൽ താല്പര്യക്കുറവൊന്നും ഇല്ലെങ്കിൽ M56ഉം, അതായത് സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ M56ഉം F56ഉം ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതിനേക്കാളും ബെറ്റർ ക്യാമറ പെർഫോമൻസ് അവിടെ കിട്ടും. ഐ തിങ്ക് അതിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. സോ ആ പറയുന്ന ഫോൺസ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഇനി ഈ ഫോണിൽ ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ സജഷൻ ആയിരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊരു 1 month 2 month റിവ്യൂ ഒക്കെ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എന്നിട്ട് അതിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് സാംസങ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ M47 ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി ആകെ മൊത്തം കൺഫ്യൂഷനോടെ ഇരിക്കുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി അണ്ടർ 25,000 ആൻഡ് അണ്ടർ 30,000 ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോൺസിന്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മിസ് ചെയ്യരുത്, കണ്ടു നോക്കുക. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.